അന്നേരം എന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി. ഇല്ലെങ്കിലേ അവളെ കാൽക്കീഴിലിട്ട് ഞെരിക്കാൻ കിട്ടിയ അവസരം വെറുതെ പാഴായേനെ. അത് പിന്നെ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോ ഇങ്ങനെ ചില പ്രൊസീജിയറൊക്കെ നോക്കിയേ പറ്റൂ. പിന്നെ പ്രൊസീജിയർ എന്ത് പ്രൊസീജിയർ ചേട്ടാ? നമ്മുടെ കാര്യങ്ങൾക്ക് പ്രമുഖ സ്ഥാനം, പിന്നെ മതി കമ്പനി കാര്യങ്ങളൊക്കെ. പുറത്തു നിൽക്കുന്ന നിനക്ക് എന്തും പറയാം, ആ സീറ്റിലിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കമ്പനിയെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? MRC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജർ മാത്രമാണ് ഇപ്പം ഞാനെങ്കിലും നാളെ ഇതെല്ലാം വന്നു തരേണ്ടത് ഇങ്ങോട്ട് തന്നെ അല്ലേ? അല്ലേ അമ്മേ? അത് ശരിയാ. എന്ന് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൽ അർത്ഥമില്ല. ഗിൽബർട്ട് മടങ്ങി വന്ന സ്ഥിതിക്ക് അല്പം മങ്ങിക്കിടന്ന മയക്കുമരുന്ന് ബിസിനസ് ഒന്ന് സജീവമാക്കി എടുക്കണം. അവന്റെ ജീവൻ കാക്കാനും പിന്നെ ശിക്ഷ ലഘൂകരിക്കാനും ചെലവാക്കിയ ലക്ഷങ്ങളുടെ കണക്ക് നിനക്കറിയാലോ. അവൻ വഴി തന്നെ അതൊക്കെ തിരിവുണ്ടാവണം. അവനതുണ്ടാക്കിയേ പറ്റൂ. പറയാം. എന്താ നിന്റെ വാക്കിനൊരു ഉറപ്പില്ലായ്മ? നീ അവനെ ഇങ്ങോട്ട് വിളിക്ക. അവൻ ഒരിക്കലും മറക്കാത്ത തരത്തിൽ ഞാൻ പറയാം. വേണ്ടമ്മേ, ഞങ്ങൾ പറഞ്ഞോളാം. പിന്നെ കൃഷ്ണവേണി ലോകം നന്നാക്കാൻ ഇറങ്ങിയ പാവം. അവളൊരുത്തി വിചാരിച്ചാൽ ഈ ലോകം ഒരിക്കലും നന്നാവില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അവളുടെ ബുദ്ധി സാമർഥ്യമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അതൊരു മുതൽക്കൂട്ടാവും. അത് നടക്കുമെന്ന് തോന്നുന്നില്ലമ്മേ. അവള് ഇരുതലമൂർച്ചയുള്ള വാള എടുത്തുപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ സ്വന്തം കഴുത്ത് പോകുന്ന എപ്പോഴാണെന്നറിയില്ല.